ഇറാനും ഇസ്രായേലും തമ്മിലുള്ള സംഘർഷം കനക്കുകയാണ്. ഈ സംഘർഷം ഇന്ത്യയെ എങ്ങനെയൊക്കെ ബാധിക്കും? അന്താരാഷ്ട്ര മാർക്കറ്റിൽ ക്രൂഡ് ഓയിലിന്റെ വില ഉയർന്നു കഴിഞ്ഞു. ഇത് ലോകം മുഴുവൻ വിലക്കയറ്റത്തിന് കാരണമാകും. ഇന്ത്യക്ക് ആവശ്യമായ ക്രൂഡ് ഓയിലിന്റെ 85% വരുന്നത് വിദേശത്ത് നിന്നാണ്. നമ്മൾ ഉപയോഗിക്കുന്ന ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള എല്ലാ സാധനങ്ങളുടെയും വില ഉയരും. ഇതുകൂടാതെ ക്രൂഡ് ഓയിലിന്റെ വില വർധനവ് ഇന്ത്യയുടെ GDP വളർച്ചാ നിരക്കിനെയും സാരമായി ബാധിക്കും. ക്രൂഡ് ഓയിലിന്റെ വില ബാരലിന് $10 ഉയർന്നാൽ ഇന്ത്യയുടെ GDP വളർച്ചാ നിരക്ക് 0.3% കുറയും. ഇത് മാത്രമല്ല, ഇന്ത്യയുടെ എക്സ്പോർട്ട് ഇമ്പോർട്ട് ബിസിനസ്സിലും വലിയ മാറ്റങ്ങളാണ് ഈ സംഘർഷം കൊണ്ടുവരുന്നത്. 2025 സാമ്പത്തിക വർഷം ഇന്ത്യ ഇറാനിലേക്ക് കയറ്റുമതി ചെയ്തത് $1.25 ബില്യൺ സാധനങ്ങളാണ്. ഇസ്രായേലിലേക്കാകട്ടെ $2.15 ബില്യൺ സാധനങ്ങളും. ഈ സംഘർഷം അധിക നാൾ തുടർന്നാൽ അത് കപ്പൽ മാർഗം വഴിയുള്ള ഇന്ത്യയുടെ ചരക്ക് ഗതാഗതത്തെ സാരമായി ബാധിക്കുകയും ചിലവ് ഉയരുകയും ചെയ്യും. ഇത് ഇന്ത്യക്ക് യൂറോപ്പിലെ മറ്റ് രാജ്യങ്ങളും റഷ്യയുമായുള്ള വ്യാപാര ബന്ധത്തെ പ്രതികൂലമായി ബാധിക്കും. ചുരുക്കത്തിൽ പറഞ്ഞാൽ, നമ്മുടെ രാജ്യത്തിന്റെ അതിർത്തികൾക്ക് ആയിരക്കണക്കിന് കിലോമീറ്ററുകൾക്ക് അപ്പുറത്ത് നടക്കുന്ന ഒരു ചെറിയ യുദ്ധം പോലും ഇന്ത്യയുടെ എക്കോണമിയെ സാരമായി ബാധിക്കുന്നുണ്ട്.